ഗർഭപാത്രം നീക്കം ചെയ്യാൻ വേണ്ടി ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഡോക്ടറെ വീട്ടിൽ ചെന്ന് കണ്ട് പണം കൊടുത്തതിന് ശേഷമാണ് ശസ്ത്രക്രിയ ചെയ്തതെന്നാണ് ഉഷ പറഞ്ഞത്. കൈക്കൂലി കൊടുക്കാതെ ചികിത്സ നടക്കുന്നില്ല. ആ ചികിത്സ നടന്നപ്പോൾ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു ശസ്ത്രക്രിയ ഉപകരണം കൂടി സൗജന്യമായി വയറിനകത്ത് വെച്ച് തുന്നി കെട്ടിവിട്ടു. സ്റ്റിച്ച് എടുക്കാൻ ചെന്നപ്പോൾ വേദനയുണ്ട്. അതിനുശേഷം ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സ തേടുന്നു. മറ്റ് സർക്കാർ ആശുപത്രികളിലും പലയിടത്തും പോകുന്നു. ഒരിടത്ത് പോലും എന്താണ് സംഭവിച്ചതെന്ന് ഒരു പരിശോധന നടത്താൻ പോലും തയ്യാറായില്ല. അതിനുശേഷം ഏറ്റവും അവസാനം ഒരു വിരമിച്ച ഡോക്ടറെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കാൻ പറയുന്നു. എക്സ്റേ എടുത്തപ്പോൾ ഇത് കണ്ടെത്തി. നേരെ ഈ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റലിലേക്ക് തന്നെ ചെല്ലുന്നു, വണ്ടാനത്തേക്ക് തന്നെ. ഡോക്ടർമാർ വട്ടം കൂടി രഹസ്യമായി അത് ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നു. ഇനി അങ്ങനെ ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് ചെന്നതിന്റെ ദിവസങ്ങൾക്ക് ശേഷം 23-ാം തീയതി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വീണ്ടും മടങ്ങി വരാൻ പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ്. അപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ അവർ 5 വർഷം ജീവിച്ചു എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതാണ് നമ്മുടെ സിസ്റ്റം. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പലർക്കും തോന്നാം. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പരമ്പരയാണ് കേരളത്തിൽ നടക്കുന്നത്. താമരശ്ശേരി സ്വദേശി ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച സംഭവം 2017-ലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് കത്രിക കുടുങ്ങിയത്. 5 വർഷത്തെ വേദനയ്ക്ക് ശേഷം 2022-ൽ നടത്തിയ സ്കാനിങ്ങിലാണ് ഇത് കണ്ടെത്തിയത്. സമാനമായ സംഭവം 5 വർഷം. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ കാട്ടാക്കട സ്വദേശി സുമയ്യ പ്രേക്ഷകർ മറക്കില്ല. നീതി തേടി നിയമയുദ്ധത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ജനറൽ ആശുപത്രിയിൽ 2023-ൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഒരു ഗൈഡ് വയർ കുടുങ്ങിയത്. വയനാട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നത് ജനുവരി ആദ്യമാണ്. പ്രസവം കഴിഞ്ഞ യുവതിയുടെ ശരീരത്തിനകത്ത് നിന്ന് കോട്ടൺ തുണി പുറത്തെടുത്തില്ല. 75 ദിവസത്തിന് ശേഷമാണ് തുണി തനിയെ പുറത്തു വന്നത്. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഓട്ടോ അപകടത്തിൽ പരിക്കേറ്റയാളുടെ കയ്യിലെ മുറിവ് വൃത്തിയാക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ചില്ലു കഷ്ണങ്ങൾ നീക്കം ചെയ്യാതെ കെട്ടിവെച്ച സംഭവം ഒരാഴ്ച മുമ്പ് പുറത്തു വന്നതാണ്. ഇതെല്ലാം പുറത്തു വന്ന സംഭവങ്ങളാണ്. പുറത്തു വരാത്തതും ഇപ്പോഴും ലോഹഭാഗങ്ങളൊക്കെ അകത്ത് സൂക്ഷിക്കുന്ന പലവരും